വാങ്ങിക്കൂട്ടിയ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ബോധപൂർവം ചില രാജാക്കന്മാർ സൃഷ്ടിച്ചതാണ് നമ്മൾ കണ്ട യുദ്ധമെന്ന് ബോബി ചെമ്മണ്ണൂർ. ഇപ്പോഴത്തെ കുതിപ്പിന് ശേഷം ഇനി 25% സ്വർണത്തിന് വില കുറയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മീഡിയ വണ്ണോട് പറഞ്ഞു. സകല റെക്കോർഡുകളും കടന്ന് സ്വർണ്ണവില കുതിക്കുകയാണ്. പവന് 1 ലക്ഷവും കടന്നേക്കാമെന്നാണ് പ്രവചനം പറയുന്നത്. നമ്മോടൊപ്പം സ്വർണ്ണ വിപണന രംഗത്തെ അധികായനായ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ചേരുകയാണ്. നേരത്തെ ഇങ്ങനെ സ്വർണത്തിൻ്റെ വില കടക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന ഒരാളാണ്. ഇപ്പം എന്തു പറയാനുണ്ട് 1 ലക്ഷത്തിൽ എത്തി നിൽക്കുമ്പോൾ? അയ്യോ, അങ്ങനെ പ്രവചിക്കാൻ ആളൊന്നുമല്ല. എന്നാലും എനിക്ക് വേണമെങ്കിൽ കുറേ വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ്, അന്ന് പവന് 12,000 രൂപയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് 50,000 എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സ്വർണത്തിന് ഇങ്ങനത്തെ ട്രെൻഡൊന്നുമില്ല, ഡിമാൻഡൊന്നുമില്ല. അപ്പം അങ്ങനെ ഒന്നുമല്ലാത്തൊരു സമയത്ത് 50,000 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. കാരണം ഇപ്പം എല്ലാവർക്കും പറയാൻ കൂടുതലാണ് എന്ന യുദ്ധം അത് ഇതൊക്കെ. പക്ഷേ അത് വിതിൻ നോ ടൈം എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ടൊരു വർഷത്തിനുള്ളിൽ നേരെ ഡബിളായി. 12 എന്നുള്ള 25, വീണ്ടും നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും അത് 50 കുതിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞത് ഈ 50 എന്നുള്ളത് 1 ലക്ഷമാവും. മീഡിയയിലൊക്കെ ഒരുപാട് വന്നിരുന്നു, വൈറലായിട്ടൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടിട്ട് പഴയ പോലെ പ്രവചിക്കാനുള്ള ഒരു ഗറ്റ്സ് കിട്ടുന്നില്ല. എവിടേക്കാണ് ഈ പോക്ക്? അങ്ങനെയാണെങ്കിൽ മറ്റേത് നമുക്ക് ഡോളർ കറൻസിയുടെ വേരിയേഷൻ വരുമ്പോൾ ഓയില് ലാൻഡൊക്കെ ബാലൻസ് ചെയ്തിട്ട് ഒരു ആവറേജ് ഒരു സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. ഇപ്പോഴത്തെ ഗെയിം ഒക്കെ എന്താന്ന് പറഞ്ഞാൽ അറിയില്ല, ഇതൊന്നായിട്ട് ഫുള്ള് കണക്റ്റഡ് അല്ല, ഒരു ബാലൻസ്ഡ് അല്ല. ഇപ്പോൾ എന്താ പറയുക, രാജ്യങ്ങളിതൊന്നും പറയാതെ വലിയ രാജാക്കന്മാർ, വലിയ രാജ്യത്തിൻ്റെ ആൾക്കാരൊക്കെ അധിപന്മാർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരു 10,000 കിലോ സ്വർണം സ്റ്റോക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ബിനാമി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അത് 1 മാസത്തിനുള്ളിൽ ഇത്ര ഇരട്ടിയാക്കണം എന്ന് വിചാരിച്ചിട്ട് അന്നാ ഒരു ബോംബ് അങ്ങോട്ട് ഇടുക. ചറ പറന്ന് കുറച്ച് ബോംബിട്ടു. അപ്പോൾ പെട്ടെന്ന് സ്വർണ്ണവില കൂടി. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ എന്നാൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് യുദ്ധമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച്, എക്സാക്ട്ലി ഇങ്ങനെയാണെന്നല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ രാജ്യങ്ങൾ അത് ഇതൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പുതിയ പുതിയ ഗെയിമുകളും ബിസിനസ്സുകളും മോഡലുകളും ഒക്കെയാണ് ലോകത്ത് ഓരോ കാലഘട്ടത്തിൻ്റെയാണ്. അപ്പോൾ യുദ്ധഭീഷണിയായി സ്വർണ്ണം കയറുന്നു, വീണ്ടും ബോംബിടുന്നു, കയറുന്നു. ഇപ്പം അത്യാവശ്യം 1000 ടൺ സ്റ്റോക്കായി. എന്നാൽ അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് വിറ്റ് കാശാക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യുദ്ധമൊക്കെ ഒന്ന് ശാന്തമാകുമ്പോൾ കുറച്ച് വിലയൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നോട്ടെ, എന്നിട്ട് അടുത്തത് ഇനി സ്വർണം പിടിക്കും.